മുണ്ടക്കൈ ദുരന്തത്തിൽ ഉറ്റവരെയും അപകടത്തിൽ പ്രതിശുദ്ധവരനെയും നഷ്ടമായ ശ്രുതിക്ക് കൽപ്പറ്റയിൽ വീടൊരുങ്ങുന്നു. തൃശൂർ സ്വദേശികളായ ഇനോക് ജോസഫ് ആന്റണിയും ഡെനീഷ് ഡേവിസും ചേർന്നാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. ശ്രുതിയുടെ സാന്നിധ്യത്തിൽ ടി സിദ്ദിഖ് MLA വീടിന് തറക്കല്ലിട്ടു. റിപ്പോർട്ട് കാണാം. ഒരു ഗ്രാമത്തെയാകെ ഉരുൾ വിഴുങ്ങിയ രാത്രിയിൽ ശ്രുതിക്ക് നഷ്ടമായത് ഉറ്റവർ ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെ. ഒറ്റപ്പെട്ടുപോയ ലോകത്ത് ശ്രുതിയെ ചേർത്ത് നിർത്തിയ പ്രതിസുതവരൻ ജെൻസനെയും അപകടത്തിന്റെ രൂപത്തിൽ ശ്രുതിക്ക് നഷ്ടമായി. ഒരാഴ്ച നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരികെ വരുന്ന ശ്രുതിക്ക് തണലൊരുങ്ങുകയാണ് കൽപ്പറ്റയിൽ. മുംബൈ സ്വദേശികളായ മലയാളി കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റ് വീടാണ് തൃശൂർ സ്വദേശികളായ 2 ചെറുപ്പക്കാർ നിർമ്മിച്ചു നൽകുന്നത്. അപകടത്തിന് ശേഷം ബന്ധുവീട്ടിൽ വിശ്രമിക്കുന്ന ശ്രുതിയും അമ്മമ്മയും കല്ലിടൽ കർമ്മത്തിനായി ആംബുലൻസിലാണ് എത്തിയത്. തന്റെ സ്വപ്നഭവനത്തിന്റെ കല്ലിടൽ കർമ്മം ആംബുലൻസിലിരുന്നവൾ നോക്കിക്കണ്ടു. തന്റെ പ്രിയപ്പെട്ടവന്റെ സ്വപ്നമായിരുന്നു തനിക്കൊരു വീടെന്നത്. അത് വേഗത്തിൽ സാധ്യമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും വേദനകൾ ഉള്ളിലൊതുക്കി ശ്രുതി പറഞ്ഞു. നല്ല സന്തോഷമുണ്ട്. ഈ നിമിഷത്തിൽ ഇച്ചാൻ കൂടെ ഇല്ല എന്നുള്ളതിന്റെ സങ്കടം കൂടി ഉണ്ട്. ഇച്ചാൻ ആഗ്രഹിച്ച കാര്യമായിരുന്നല്ലോ. ഇച്ചാൻ ഇല്ലാത്തതിന്റെ ഒരു സങ്കടം കൂടെ ഉണ്ട്. എല്ലാവരോടും നന്ദി പറയാനേ ഉള്ളൂ. ടൈം ന്യൂസിൽ ഡെനീഷ് ഏട്ടനും ഇനോക് ഏട്ടനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് വീട് 30 ലക്ഷം രൂപേൻ്റെ വീടും 1500 സ്ക്വയർ ഫീറ്റിൻ്റെ സ്ഥലത്തിലാണ് എനിക്ക് ചെയ്തു തരുന്നത്. 30 ലക്ഷം രൂപയാണ് വീടിന്റെ നിർമ്മാണ ചെലവായി പ്രതീക്ഷിക്കുന്നത്. 1 രൂപ പോലും ആരിൽ നിന്നും കൈപ്പറ്റാതെ തീർത്തും സൗജന്യമായി 120 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് ഇനോക് ജോസഫ് ആന്റണിയും ഡെനീഷ് ഡേവിസും പറഞ്ഞു. ഇങ്ങനെ ശ്രുതിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ ഉദാരമനസ്കോടുകൂടി ലാൻഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്തത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർ പല ആളുകൾക്കും ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ 11.5 സെൻറ്റ് സ്ഥലം അവർ നമുക്ക് ഡൊണേറ്റ് ചെയ്തു. കഴിഞ്ഞ 18/9/2029 നമ്മൾ ഈ സ്ഥലം ശ്രുതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ശ്രുതിക്കായി വീടൊരുങ്ങുന്ന പൊന്നടയിലെ പ്രദേശവാസികളും ബന്ധുക്കളും കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. അമൃത ന്യൂസ്, വയനാട്.